ഒരു പകൽ മുഴുവൻ ഇലന്തൂരിലെ ജനങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. ഇലന്തൂർ വാര്യാപുരം വേലൻ പറമ്പിൽ ദീപുവിന്റെ മകൾ ലക്ഷ്മിപ്രിയ എന്ന 12 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയ വിജയകരമാകണമേ എന്നായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രാർത്ഥന. പ്രാർത്ഥന സഫലമായി. നമസ്കാരം. പ്രാർത്ഥനകൾ സഫലമായി. ലക്ഷ്മിപ്രിയയുടെ കരൾമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി. ഇലന്തൂർ ഗ്രാമം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്ന വാര്യാപുരം വേലൻ പറമ്പിൽ ലക്ഷ്മിപ്രിയയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തീകരിച്ചത്. ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. കഴിഞ്ഞ 4 മാസമായി കരൾ ലഭ്യമാകുന്നതിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 20 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ കരൾ ലഭ്യമാവുകയും മാച്ച് ചെയ്യുകയും ചെയ്തതോടെ ഓപ്പറേഷൻ വഴിതെളിയുകയായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ ലക്ഷ്മിപ്രിയ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ജന്മനാ കരൾ രോഗിയായ ലക്ഷ്മിപ്രിയ വിവിധ മെഡിക്കൽ കോളേജുകളിലായി കഴിഞ്ഞ 12 വർഷമായി ചികിത്സ നടത്തി വരികയായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനാൽ കരൾ മാറ്റിവെക്കൽ മാത്രമാണ് പ്രതിവിധിയെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 50 ലക്ഷത്തോളം രൂപ ആവശ്യമായിരുന്നു. എന്നാൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ പിതാവ് ദീപുവിനും ആസ്മ രോഗിയായ അമ്മയ്ക്കും ഇത്രയധികം തുക കണ്ടെത്തുവാൻ പ്രയാസമായിരുന്നു. സാമ്പത്തിക ശേഷിയില്ലാതെ കുടുംബം വലഞ്ഞപ്പോൾ ഇലന്തൂർ ജനകീയ സമിതി സഹായഹസ്തം നീട്ടുകയും ഇവരുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ആരംഭിച്ച ധനശേഖരണത്തിലൂടെ ശസ്ത്രക്രിയയ്ക്കുള്ള പണം കണ്ടെത്തുകയുമായിരുന്നു. ഒരു പകൽ മുഴുവൻ ഇലന്തൂരിലെ ജനങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. ഇലന്തൂർ വാര്യാപുരം വേലൻ പറമ്പിൽ ദീപുവിന്റെ മകൾ ലക്ഷ്മിപ്രിയ എന്ന 12 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയ വിജയകരമാകണമേ എന്നായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രാർത്ഥന. പ്രാർത്ഥന സഫലമായി. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. 8 മണിക്കൂർ നീണ്ടതായിരുന്നു ശസ്ത്രക്രിയ. രാവിലെ 8 മണിക്ക് ആരംഭിച്ചതായ ശസ്ത്രക്രിയ 3 മണിയോടുകൂടിയാണ് പൂർത്തിയായത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മിപ്രിയയെ നമുക്കൊക്കെ സുപരിചിതയാണ്. പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ലക്ഷ്മിപ്രിയ. ജന്മന കരൾ രോഗം ബാധിച്ചതിനെ തുടർന്ന് ആരോഗ്യപരമായി ക്ഷീണാവസ്ഥയിലായിരുന്നു കുട്ടി. കേരളത്തിലെ പല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ചികിത്സ തേടിപ്പോയി. അവിടെ നിന്നൊക്കെ വന്ന നിർദ്ദേശം കരൾ മാറ്റിവെക്കണം എന്നതായിരുന്നു. 2 കാര്യങ്ങളായിരുന്നു പ്രതിസന്ധി നേരിട്ടത്. ഒന്ന്, സാമ്പത്തിക 50 ലക്ഷം രൂപ സമാഹരിക്കണമായിരുന്നു. ലക്ഷ്മിപ്രിയയുടെ പിതാവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ദീപു. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് 50 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്, അല്ലെങ്കിൽ അസാധ്യമായ ഒന്നായിരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് ഇലന്തൂർ ജനകീയ സമിതി ആ കുടുംബത്തിന് കൈത്താങ്ങായി മുന്നോട്ട് വന്നത്. ജനകീയ വികസന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ MP സത്യൻ, അതേപോലെ തന്നെ ഇതിന്റെ കൺവീനറായിട്ട് ധനസമാഹരണത്തിനും ചികിത്സയ്ക്കുമൊക്കെ മേൽനോട്ടം വഹിക്കുവാൻ എത്തിയത് സാം മാത്യു, ഇതിന്റെ ട്രഷറർ, ജനകീയ സമിതിയുടെ ട്രഷറർ PM ജോൺസൺ, വാർഡ് മെമ്പർമാർ, ആ പ്രദേശത്തെ കുട്ടിയുടെ വീട് ഉൾപ്പെടുന്നതായ വാർഡിലെ തൊട്ടടുത്ത വാർഡിലെ മെമ്പർമാരായ വിൽസൺ ചിറക്കാല, സജി തെക്കുംകര എന്നിവരൊക്കെ ഈ ശ്രമകരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുവാൻ മുന്നോട്ട് വന്നു. ജനങ്ങൾ ഒരുമിച്ച് നിന്നു. ആ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നു. ഏറ്റവും സാധാരണക്കാർ മുതൽ സാമ്പത്തികമുള്ള ആളുകൾ വരെ ഇതിന് കൈത്താങ്ങായി മുന്നോട്ട് വന്നു. ജനങ്ങളുടെ ഒരു ഒരുമ ദൃശ്യമായ ഒരു ധനസമാഹരണമാണ് അവിടെ നടന്നത്. പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ 33 ലക്ഷം രൂപ സമാഹരിച്ചു. കുട്ടികളിൽ നിന്ന് സമാഹരിക്കുകയുണ്ടായി. മാത്രമല്ല നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഇലന്തൂർ ഗ്രാമത്തിൽ നിന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, സ്വകാര്യ ബസ്സുകൾ ഒക്കെ കാരുണ്യ യാത്ര നടത്തി ധനസമാഹരണം നടത്തി. കൂടാതെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ, കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലൊക്കെ ധനസമാഹരണം നടത്തി 70 ലക്ഷം രൂപയോളം ഇതിന് സമാഹരിക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട ഒരു പ്രതിസന്ധി, എവിടെ ചികിത്സിക്കും, എവിടെ ശസ്ത്രക്രിയ നടത്തും. ഒടുവിൽ ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തുവാൻ തയ്യാറായത്. അപ്പോൾ വന്ന പ്രതിസന്ധി, കുട്ടിക്ക് 12 വയസ്സ് പ്രായമാണ്. 20 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയുടെ കരൾ മാത്രമേ യോജിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് 4 മാസത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു.
4 മാസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കുട്ടിയുടെ 20 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിയുടെ കരൾ ലഭ്യമായത്. അത് യോജിക്കുന്നതായിരുന്നു. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞ ദിവസം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തിയാക്കി. ജനങ്ങളുടെ ഒരുമ, ജനങ്ങളുടെ കൈത്താങ്ങ്, ജനങ്ങളുടെ പ്രാർത്ഥന, ഇതൊക്കെയാണ് ആ കുട്ടിക്ക് ഇപ്പോൾ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ കൈത്താങ്ങിന്, ഒരുമയ്ക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ലക്ഷ്മിപ്രിയ പഠിച്ച പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ 33 ലക്ഷം രൂപ സമാഹരിച്ചു. ഓട്ടോറിക്ഷക്കാർ, സ്വകാര്യ ബസ്സുകൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കുടുംബശ്രീകൾ, പൊതുപ്രവർത്തകർ എല്ലാവരും ഈ ധനശേഖരണത്തിൽ പങ്കാളിയായി. ജനകീയ സമിതി പ്രസിഡന്റ് MB സത്യൻ, ജനറൽ സെക്രട്ടറി സാം ചമ്പകത്തിൽ, ട്രഷറർ PM ജോൺസൺ, കൺവീനർ സാം മാത്യു, മുൻ വാർഡ് മെമ്പർമാരായ വിൽസൺ ചിറക്കാല, സജി തെക്കങ്കര, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒപ്പം നിന്ന് സഹായിച്ച എല്ലാവർക്കും കടപ്പാട് നന്ദി അറിയിക്കുകയും ചെയ്തു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.